ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മുല്ലപ്പൂമാല എങ്ങനെ കെട്ടാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുല്ലമുട്ടുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ തയ്ക്കുന്ന നൂലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നൂലിലേക്ക് രണ്ട് സൈഡിൽ നിന്നും മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കായിട്ട് രണ്ട് മുല്ലമുട്ടുകൾ ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ത്രെഡ് ഒന്നുകിൽ മുകളിലൂടെയോ അതല്ലെങ്കിൽ താഴെയിലൂടെയോ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. അപ്പോൾ എനിക്ക് മുകളിലൂടെ ഇതുപോലെ ചുറ്റുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ത്രെഡിലൂടെ ഇതുപോലൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ആ ഒരു ലൂപ്പ് ആ ഒരു മുല്ലമുട്ടിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ത്രെഡ് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കെട്ടവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒരു കെട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു മുല്ലമുട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ത്രെഡ് വലിച്ച് ടൈറ്റായി കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുല്ലമുട്ടുകൾ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയ്ക്കുക. അതിനുശേഷം മുകളിലേക്കായിട്ട് ഈ ഒരു ത്രെഡ് ചുറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രണ്ട് വിരലിൽ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ മുല്ലമുട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ത്രെഡ് ഒന്നുകൂടി കാണിക്കാം. കണ്ടോ, നമ്മുടെ രണ്ട് വിരൽ ഇതുപോലെ എടുക്കുക. അതിൻ്റെ ബാക്ക് സൈഡിലൂടെ നൂല് ചുറ്റിയിട്ട് അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ലൂപ്പ് ഉണ്ടാക്കി ഈ ഒരു മുല്ലമുട്ടിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ത്രെഡ് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് എനിക്ക് കൂടുതൽ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ബാക്കി എല്ലാ മുല്ലമുട്ടുകളും കോർത്തെടുക്കുന്നത് കേട്ടോ. മുല്ലപ്പൂക്കൾ ഫുള്ളായിട്ട് വിരിയുന്നതിനേക്കാളും മുമ്പ് വേണം മുല്ലപ്പൂമാല കോർത്തെടുക്കാനായിട്ട്. അതായത് മുല്ലമുട്ടുകളാണ് കോർത്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് കൂടുതൽ അടുപ്പിച്ച് ഇതുപോലെ കെട്ടിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുല്ലപ്പൂ വിരിഞ്ഞതിന് ശേഷം നമ്മൾ മുല്ലപ്പൂമാല കെട്ടാണെങ്കിൽ ഇത്രയും തിക്നെസ്സിലോ അടുപ്പിച്ച് നമുക്ക് കോർത്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുല്ലമുട്ടുകളാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുല്ലമുട്ടുകളും അതുപോലെ വിരിഞ്ഞ പൂക്കളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ വിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു മുല്ലപ്പൂമാല കോർത്തെടുത്തത് കേട്ടോ. അപ്പോൾ വിരിയുകയും ചെയ്തു. മാത്രമല്ല അത് നല്ല രീതിയിൽ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അതെനിക്ക് കോർത്തെടുത്തിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്തായാലും ഞാനത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മുല്ലമുട്ടുകൾ കോർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ചെറിയ ലൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. മുല്ലപ്പൂക്കൾ വിരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുല്ലപ്പൂമാല കെട്ടി വെക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ അടുപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ കുറച്ച് മുല്ലമുട്ടുകൾ മാത്രമേ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ മുല്ലമുട്ടുകൾ കിട്ടുമ്പോഴാട്ടോ കോർത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവുന്നത് കേട്ടോ. കൂടുതൽ മുല്ലമുട്ടുകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതിലും ഈസി ആയിട്ട് മുല്ലപ്പൂക്കൾ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡ് കാണിക്കാത്തത് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് മാത്രം മുല്ലപ്പൂക്കളുള്ളൂ, അതുകൊണ്ടാട്ടോ. പിന്നെ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അകലത്തിലാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. എന്നാലുള്ള വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മുല്ലമുട്ടുകൾ കോർത്തെടുത്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, വിരിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി അടുപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് മുല്ലപ്പൂക്കൾ ഞാൻ വിരിഞ്ഞത് എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇത് ഞാൻ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ത്രെഡ് തന്നെ എടുത്തിട്ടുള്ളത്. അത് 4 മടക്കിൽ അത്യാവശ്യം കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 മടക്കിൽ ത്രെഡ് എടുത്തിട്ട് അതിലേക്കാണ് ഈ ഒരു മുല്ലപ്പൂക്കൾ വച്ചിട്ട്
കെട്ടിക്കൊടുക്കുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കണ്ടില്ലേ, ആ മുല്ലപ്പൂവിന് ചുറ്റുമായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു മുല്ലപ്പൂവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂ വാടിയത് കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും മുല്ലപ്പൂ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. എപ്പോൾ കണ്ടാലും ഞാനത് പറിച്ച് ഇതുപോലെ കോർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമുക്ക് ചൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് കോർത്തെടുത്ത് വെച്ച് ആരെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് വാടിയതാണെങ്കിൽ പോലും ഞാനത് കോർത്തെടുക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു മുല്ലപ്പൂ വിരിഞ്ഞതിന് ശേഷം ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിൻ്റെ പെറ്റൽസ് ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുല്ലമുട്ടുകൾ കോർക്കണമെന്ന് പറയുന്നത്. ഈ ഒരു മുല്ലപ്പൂക്കളുടെ പെറ്റൽസ് ഫുള്ളായിട്ട് അങ്ങോട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കോർക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കണ്ടില്ലേ, നമ്മളിങ്ങനെയൊക്കെ ചുറ്റുന്ന ടൈമിൽ നമുക്ക് മുകളിലേക്കാണോ താഴേക്കാണോ ചുറ്റിയെടുക്കാൻ എളുപ്പമെന്ന് നോക്കാം കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ വശം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കിത് മുകളിലേക്കായതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് ജസ്റ്റ് ഒരു റോൾ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു മെത്തേഡിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ലൂപ്പ് ഉണ്ടാക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് കോർത്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പെറ്റൽസ് കുടുങ്ങാണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മുല്ലപ്പൂമാല ഞാൻ 2-3 ദിവസം മുമ്പേ ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇതിങ്ങനെ വാടിപ്പോയത് കൊണ്ട് തന്നെ ഈ ഒരു കെട്ടലൊന്നും അത്ര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട് വെച്ചതാണ്. അപ്പോഴാണ് കുറച്ച് മുല്ലമുട്ടുകൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുല്ലപ്പൂ കെട്ടുന്നതും ചൂടുന്നതും എല്ലാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ ഒരു 10 മുല്ലപ്പൂ കിട്ടിയാൽ പോലും ഈ ഒരു രീതിയിൽ കെട്ടിയിട്ട് സ്കൂളിൽ ചൂടിക്കൊണ്ട് പോവുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എക്സാം ടൈമിൽ പോലും ഇത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ, മുല്ലപ്പൂ കെട്ടുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു മുല്ലപ്പൂ കെട്ടാനും അതുപോലെ തന്നെ ചൂടാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ള മുല്ലപ്പൂമാല. കണ്ടില്ല, ആകെ വാടിക്കുഴഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലും വാടിക്കുഴഞ്ഞ കുറച്ച് മുല്ലപ്പൂക്കൾ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതെനിക്ക് നിലത്ത് കിടന്ന് കിട്ടിയതാട്ടോ. കണ്ടോ, ഇതാണ് ആ സംഭവം. അതിൻ്റെ കളർ വരെയും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂ കോർക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.